UDF-ന്റെ സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും അതിന് തയ്യാറാകണമെന്നും LDF-ന്റെ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടത് ശ്രീ M. മുകേഷ് LDF-ന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ശ്രീ പ്രേമചന്ദ്രൻ UDF-ന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. ഞാൻ LDF-ന്റെ പ്രതിനിധിക്ക് ഇപ്പോഴും ഉറപ്പു നൽകുന്നു, LDF-ന്റെ പ്രതിനിധിയുമായി LDF-ന്റെ MLA-യുമായി ശ്രീ NK പ്രേമചന്ദ്രൻ MLA-യുടെ സൗകര്യമനുസരിച്ച് MLA പറയുന്ന സ്ഥലത്ത് സംവാദത്തിന് വരാൻ തയ്യാറാണ്. വികസന കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് സംവദിക്കാം. MLA ഒന്നുകിൽ പറയണം ഞാൻ ആ ഓഫർ സ്വീകരിക്കുന്നു, ഇല്ലെങ്കിൽ പറയണം ഞാൻ ആ ഓഫർ നിരാകരിക്കുന്നു. നിരാകരിക്കുന്നെങ്കിൽ പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എന്തുകൊണ്ടാണ് നിരാകരിക്കുന്നതെന്ന് കൂടി പറയണം. അപ്പോൾ ഞങ്ങൾ പറയേണ്ടി വരും MLA ഒളിച്ചോടുകയാണെന്ന്. MLA കാസർഗോഡുകാരൻ വിളിച്ചാൽ MLA അങ്ങനെ അസഭ്യമായി സംസാരിക്കുമെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെയല്ല വേണ്ടത്. ഒരു പൊതുപ്രവർത്തകനെ പല ആവശ്യങ്ങൾക്ക് പലരും വിളിക്കും. ചിലത് ന്യായമാകാം, ചിലത് അന്യായമാകാം, ചിലത് ഒരിക്കലും നടക്കാത്തതാകാം. അങ്ങനെ വിളിക്കുന്നവരോട് ലഭ്യം പറയുന്നത് എന്തായാലും ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. മറ്റൊന്ന്, വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും ചിലത് പറയാനുണ്ട്. ആശ്രമം ഗസ്റ്റ് ഹൗസ് പൂട്ടിയിട്ടിട്ട് 4 വർഷമായി. ഇപ്പോൾ MLA പറയുന്നത് ഞാൻ 1700 കോടി അങ്ങോട്ട് മുടക്കിയെന്നാണ് പറയുന്നത്. 1570 കോടി മുടക്കിയെന്നാണ് പറയുന്നത്. ആ 1570 കോടി എത്രയായാലും 2000 എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ഫലത്തിൽ വേണ്ടേ? പൂട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയണം. വെല്ലുവിളിക്കുന്നു. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ഞാൻ താങ്കളെ ആശ്രാമം ഗസ്റ്റ് ഹൗസ് പൂട്ടി എന്ന് പറയുകയാണെങ്കിൽ ആശ്രാമം ഗസ്റ്റ് ഹൗസ് പൂട്ടിയിട്ടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു. ഇപ്പോഴും അവിടെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, ഏതൊരാൾക്കും അവിടെ റൂം എടുക്കാം. ആ പ്രസ്താവന ഉറച്ചു നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞു. ഞാൻ ആ ഭാർഗവി നിലയത്തിൽ നേരിട്ട് പോയി, അവിടെ നിന്ന് വീഡിയോ ചെയ്തയാളാണ്. ഞാൻ ആ ഭാർഗവി നിലയത്തിൽ ചെല്ലുമ്പോൾ ആ കോമ്പൗണ്ടിൽ ആള് കടന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും ആകുന്ന സാഹചര്യത്തിൽ കണ്ടയാളാണ് ഞാൻ. അതെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് വരാം. നിങ്ങളെ ഞാൻ പറയാം, എന്റെ അവസരത്തിൽ ഞാൻ പറയാം. ഞാൻ നുണയാണോ ശരിയാണോ പറയുന്നത്? അനിയ ഇതൊക്കെ കുറെ കഴിഞ്ഞതാ, ഇതൊക്കെ കൈവച്ചേരെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും, മനസ്സിലായില്ലേ? ഇതൊക്കെ കൈവച്ചേരെ. ആ ഗസ്റ്റ് ഹൗസിൽ എത്ര ദിവസം ബുക്കിംഗ് നടന്നിട്ടുണ്ട് 2000-ന് ശേഷം? നിങ്ങൾ തെളിയിച്ചാൽ മതി. നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ LDF കമ്മിറ്റി തന്നെ നാളെ റിലീസ് കൊടുക്കട്ടെ. ഇത്ര ദിവസം അവിടെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, തെളിവല്ലോ. ശരി, ഇനി MLA തന്നെ പറയുന്നു ഞാൻ 1 കോടി രൂപ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2017 KSRTC കൊല്ലം ഡിപ്പോയ്ക്ക് നൽകിയെന്ന്. അതേ MLA തന്നെ പറയുന്നു ഇന്ന് വരെ ഞാൻ കൊടുത്ത 1 കോടി രൂപ അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്ന്. മാത്രമല്ല ആ KSRTC ഡിപ്പോ ഇടിഞ്ഞു വീണാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് 2 കൈയും പൊക്കിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയാറുണ്ടല്ലോ എൻ്റെ കൈകൾ ശുദ്ധമെന്ന്. അതുപോലെ തന്നെ ആ MLA തന്നെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. പിന്നെ ആർക്കാണ് ഉത്തരവാദിത്വം? അതെ അതൊക്കെ അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ട് പോവാം. വെയിറ്റ് ചെയ്യും. ഇതുപോലെ ഒരുപാട് കൂകി തെളിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട, പറയാനാ ഞാൻ നിൽക്കുന്നത്. പറഞ്ഞിട്ടേ പോകൂ. എത്ര ആൾബലം ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് മതി, എനിക്ക് പറയാനറിയാം. നമുക്ക് ഇവരോട് ചോദ്യം ചോദിക്കാം, നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം, ഡയറക്റ്റ് ഉത്തരം കിട്ടും. EP ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ CEOയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും ഉണ്ടോ? ആരെഡിറ്റ് ചെയ്തു? ഞാൻ വെല്ലുവിളിക്കുന്നു. EP ജയരാജന്റെ ഭാര്യയും നിരാമയ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ CEOയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വ്യാജമാണോ? നിങ്ങൾ EP ജയരാജന്റെ ശത്രുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. കാരണം നിങ്ങൾ എന്നെ കൊണ്ട് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധമുണ്ട് എന്ന്. രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധമുണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയുക. ഞാൻ സംസാരിക്കട്ടെ. പോലീസുണ്ട്, ഒരു പരാതി കൊടുക്കാം.